അതെ, എല്ലാവരും എന്നാ പറയണോ? ഞാൻ നിങ്ങളെ ഇന്നൊരു സൂത്രം കാണിച്ചു തരാവേ. ഞാനൊന്ന് തല കഴുകി കുളിക്കാൻ പോവാം. അതല്ലാട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഞാനിന്ന് എൻ്റെ മുടി കേളി ഹെയർ ആക്കാൻ പോവാം. അതെങ്ങനെയാണെന്നല്ലേ? അതായത് ഈ ഒരു ക്രീമുണ്ടല്ലോ, നമ്മൾ തല കഴുകി കഴിഞ്ഞിട്ട് വെറുതെ ഈ ക്രീം അതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് മുടി ഉണങ്ങി കഴിയുമ്പോൾ നല്ല ചുരുണ്ട മുടിയായിട്ട് വരും കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് കാണിച്ചു തന്നതാണേ. ഞാൻ ഓർക്കുവാണേ, ചെറുപ്പത്തിലൊക്കെ എൻ്റെ ചേച്ചിക്ക് കേളി ഹെയർ ആട്ടോ. അവളുടെ ഏറ്റവും വലിയ വിഷമം അതുതന്നെയായിരുന്നു. എത്ര ചീവിയാലും ഈ സാധനം ചുരുണ്ട് കയറി പോകുമെന്ന് പറഞ്ഞ് എപ്പോഴും പരാതിയായിരുന്നു. ചെറുപ്പത്തിൽ മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവളുടെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ അവൾ ചിലവഴിക്കുന്നത് ഈ മുടി ഒന്ന് ചീവി നേരെയാക്കാൻ വേണ്ടിയിട്ടാണ്. പാവം ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേളി ഹെയർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ചുരുണ്ടവർ നീട്ടാനാണ് ശ്രമിച്ചിരുന്നതെങ്കിൽ ഇപ്പം നീണ്ടവർ ചുരുട്ടാനാണ് ശ്രമിക്കുന്നത് അല്ലേ? പേളിമണിയുടെയൊക്കെ ഹെയർ വന്നേ പിന്നെ ഞാൻ തോന്നുന്നു ഇങ്ങനെ ഒരു ട്രെൻഡ് വന്നത്. എന്തായാലും ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊന്നും ആദ്യമല്ല കേട്ടോ, ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഹെയർ വാഷ് വരെ സംഗതിയൊക്കെയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ആരാഗ്രഹിക്കാത്തതല്ലേ? മുടിയൊക്കെ നല്ല സെറ്റാക്കിയിട്ട് ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത്? എങ്ങോട്ടും അല്ല, നമ്മുടെ സ്വന്തം അടുക്കളയിലേക്ക്. അതല്ലാതെ പിന്നെ നമുക്കെന്താ വേറെ പണി? ഇന്ന് വെറുതെ ഇരുന്നപ്പോഴേ കുറച്ച് അച്ചപ്പം ചുടാമെന്ന് വിചാരിച്ചു. ആഹാ, എന്താ ആയി കൈവഴക്കം! ഈ ഉണ്ടാക്കൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കത്തില്ലേ ഞാനിതിൽ ഭയങ്കര എക്സ്പേർട്ടാണ്. ഈ സാധനമൊക്കെ പാക്കറ്റ് പൊട്ടിച്ച് തിന്നുക എന്നല്ലാതെ ഞാൻ ഇതിനു മുമ്പൊന്നും ചെയ്തിട്ടില്ല. ഇതിനു മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് വരെ ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യാത്ത പരിപാടികളൊന്നുമില്ലല്ലോ. എന്താ അല്ലേ, കാലം മാറി, ജീവിതവും മാറി. ഇപ്പം ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്നതാ ഉള്ളേ? ഒന്നുമില്ല. ഞാൻ ആലോചിക്കുക, കുഞ്ഞു നാർന്നപ്പം മമ്മിയുടെയൊക്കെ കയ്യിൽ നിന്ന് എന്തോരം ചീത്ത കേട്ടിട്ടുണ്ട്. വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഒന്നും അറിയത്തില്ലാതെ നീ എണ്ണ ഇത്ര വരയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറയാത്ത ചീത്തയൊന്നുമില്ല. മമ്മിയെ നേരിട്ട് കാണുമ്പോൾ ഒന്ന് ചോദിക്കണം, വെറുതെ എന്തിനാ എന്നെ ആ ചീത്ത മുഴുവൻ പറഞ്ഞെന്ന്. പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. കുഞ്ഞുങ്ങളായിട്ടിരിക്കുമ്പം അവർക്ക് ഇന്നത് അറിയത്തില്ലെന്നും പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കുകയൊന്നും വേണ്ട. എല്ലാം അതിൻ്റെ സമയാസമയങ്ങളിൽ അവരതൊക്കെ പഠിച്ചെടുത്തോളും. ഇതേ എന്നെ പോലെ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.